എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വാസ്ലിൻ കൊണ്ടുള്ള കുറച്ച് ഉപയോഗങ്ങൾ ഷെയർ ചെയ്യാനാണ്. നമ്മളെല്ലാവരും വാസ്ലിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. എന്തായാലും യൂസ്ഫുൾ ആവും നിങ്ങൾക്ക്. എന്നാൽ പിന്നെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെയർ ഡൈ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. ഡൈ നമ്മുടെ സ്കിന്നിലൊക്കെ ആയിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് പോവാനായിട്ട്. അപ്പോൾ നമ്മൾ ഡൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് തലയിലാണെങ്കിൽ ആ നെറ്റിയുടെ സൈഡിലും മുടിയുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് വാസ്ലിൻ തേച്ചതിന് ശേഷം ഡൈ ചെയ്യാനായിട്ട് തുടങ്ങുക. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ ഡൈ ആയി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കോട്ടനോ അല്ലെങ്കിൽ ഒരു തുണിയോ വെച്ച് തുടച്ച് കഴിഞ്ഞാൽ ആ ഡൈ ഫുള്ളായിട്ട് അങ്ങോട്ട് പോവും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഡൈ സ്കിന്നിലായാൽ ഒരുപാട് കഷ്ടപ്പെട്ടാലേ അത് പോവുള്ളൂ. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുൾ ആവും. ഇനി അടുത്തത്, നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലുള്ള റിങ്ങൊക്കെ ഇതുപോലെ എന്നിടുന്ന റിങ്ങൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ടൈറ്റായിട്ട് എടുക്കാറുണ്ട്. കൈയൊക്കെ വണ്ണം വയ്ക്കുമ്പോൾ പിന്നെ റിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരു സ്ഥിതിയിലാവും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് ഈ റിങ് ഊരണം എന്നുണ്ടെങ്കിൽ നമുക്ക് വാസ്ലിൻ യൂസ് ചെയ്യാം. നന്നായിട്ടൊന്ന് വിരലിലൊക്കെ വാസ്ലിൻ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് മോതിരം പെട്ടെന്ന് തന്നെ ഊരിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെയാണ് വളയും നമുക്ക് ടൈറ്റായി കഴിഞ്ഞാൽ വാസ്ലിൻ വെച്ച് തേച്ചിട്ട് പെട്ടെന്ന് ഊരിയെടുക്കാൻ ഇടാനൊക്കെ പറ്റും. ഇനി അടുത്തത് നോക്കാം. നമ്മൾ കമ്മലൊക്കെ കാതിലിടുമ്പോൾ ചില സമയത്ത് കാതിൻ്റെ ഹോള് ചെറുതൊക്കെ ആണെങ്കിൽ വലിയ കമ്മലൊക്കെ കടത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അവർ സമ്മതിക്കില്ല പ്രസ് ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ കാതിൽ കുറച്ച് വാസ്ലിൻ ആക്കി കൊടുക്കുക ആ ഒരു ഹോളിൻ്റെ ഭാഗത്ത്. അതുപോലെ തന്നെ കമ്മലിൻ്റെ ആ ഒരു ബാക്ക് സൈഡിലും ഒന്ന് വാസ്ലിൻ പുരട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ കമ്മലിടാൻ ശ്രമിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കാതിൽ കമ്മൽ കയറ്റാനായിട്ട് പറ്റും. അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അതുപോലെ നമ്മളിങ്ങനെ കല്ല് വെച്ചിട്ടുള്ള വളകളോ അങ്ങനെ ഏതെങ്കിലും കമ്മലോ അങ്ങനെയുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ തിളക്കം പോയിട്ടുണ്ടെങ്കിൽ ഈ വാസ്ലിൻ കുറച്ചെടുത്തിട്ടൊന്ന് നന്നായിട്ട് ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഗ്ലേസിങ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് കാണാൻ പറ്റും. അതുപോലെ വെള്ളി കൊണ്ടുള്ള പാദസരോ അങ്ങനെ വെള്ളി ആഭരണങ്ങൾക്കൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് തിളക്കം വെപ്പിക്കാൻ പറ്റും. ആ ഒരു ഫുള്ള് പൊടിയൊക്കെ പോവും. അതിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലുമൊക്കെ കയറിയിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് നല്ല ഒരു ഗ്ലേസിങ്ങോട് കൂടിയിട്ട് നമ്മുടെ ഓർണമെൻറ്റ്സ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇനി അടുത്തത്, നമ്മുടെ വാസ്ലിൻ നല്ലൊരു മേക്കപ്പ് റിമൂവറാണ്. നമ്മുടെ സ്കിന്നിലൊക്കെ ലിപ്സ്റ്റിക്കോ അതുപോലെ ഐലൈനറിൻ്റെ ആ ഒരു മാർക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കളയാനായിട്ട് ഏറ്റവും നല്ലൊരു ഉപയോഗമുള്ള സംഭവമാണ് ഈ വാസ്ലിൻ. നമ്മുടെ കയ്യിലൊക്കെ ലിപ്സ്റ്റിക്ക് ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് വാസ്ലിൻ തേച്ചിട്ട് തുടച്ച് നോക്കിയേ പെട്ടെന്ന് തന്നെ പോണത് കാണാൻ പറ്റും. അതുപോലെ കൺമഷിയൊക്കെ പരന്നിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് പെട്ടെന്ന് തന്നെ വാസ്ലിൻ വെച്ചിട്ട് തുടച്ചെടുക്കാൻ പറ്റും. നമുക്ക് കുട്ടികൾക്കൊക്കെ ഡാൻസ് കോമ്പറ്റീഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ ഇതുപോലൊരു വാസ്ലിൻ്റെ ബോട്ടിൽ നമ്മുടെ പേഴ്സിൽ ഇടുകയാണെങ്കിൽ ആ ഒരു മത്സരത്തിന് ശേഷം അവരുടെ മുഖത്തൊക്കെ മേക്കപ്പ് നന്നായിട്ട് ഉണ്ടാവില്ലേ, അപ്പോഴൊക്കെ കഴുകിക്കളയാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. വാസ്ലിനാണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ മേക്കപ്പൊക്കെ തുടച്ചെടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് വീട്ടിലും അങ്ങനെ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. ഇനി അടുത്തത്, നമ്മുടെ കയ്യിൽ ഷൂ പോളിഷൊക്കെ തീർന്നു കഴിഞ്ഞിട്ടുള്ള സമയമാണെങ്കിൽ ഷൂ ഒക്കെ ഒന്ന് അത്യാവശ്യം പോളിഷ് ചെയ്തെടുക്കാനായിട്ട് വാസ്ലിൻ മതി. വാസ്ലിൻ ഒരു കോട്ടണിലോ അല്ലെങ്കിൽ സ്പോഞ്ചിലോ ഒക്കെ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഷൂ ഒക്കെ നല്ല പുതിയതുപോലെ തിളങ്ങും. അപ്പോൾ അത് നല്ലൊരു യൂസാണ്. എല്ലാവരും അതും ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തത്, നമ്മൾ പുതിയ ചെരുപ്പൊക്കെ ഇടുന്ന സമയത്ത് അതിങ്ങനെ തട്ടിയിട്ട് നമ്മുടെ കാലൊക്കെ പൊട്ടാറുണ്ട്. ഒരു റെഡ് കളറിലൊക്കെ തടിച്ചൊക്കെ വരും. അത് ഒഴിവാക്കാനായിട്ട് ആ ഒരു സൈഡിലൊക്കെ ആ ഒരു വാസ്ലിൻ പുരട്ടി കൊടുക്കുക. അതുപോലെ നമ്മുടെ കാലിലും വാസ്ലിൻ ഒന്ന് ആക്കുകയാണെങ്കിൽ നമ്മൾ ചെരുപ്പിട്ടിട്ട് പോയാലും ഒന്നും നമ്മുടെ കാലിലാവില്ല, അങ്ങനെ ചുവന്ന കളറൊന്നും വരില്ല. അതും എല്ലാവർക്കും ഒന്ന് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരും ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അതുപോലെ ചിലർക്കൊക്കെ കാലൊക്കെ വിണ്ട് കീറുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ ഇത്തിരി വാസ്ലിൻ എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി മിക്സ് ആക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചൊരു ഡബിൾ എഫക്റ്റാണ്. അതുകൊണ്ടാണ്. എന്നിട്ട് അത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സ് നമ്മൾ എവിടെയാണോ വിണ്ട് കീറിയിട്ടുള്ളത് ആ ഭാഗത്തൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ടൊരു സോക്സ് ഇട്ടിട്ട് രാത്രി ഉറങ്ങുക. അങ്ങനെ ഒരു 1-2 ആഴ്ചയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ എത്ര അധികം വിണ്ട് കീറലുള്ളവരാണെങ്കിലും വളരെ പെട്ടെന്ന് അത് മാറിക്കിട്ടും. അത് നല്ലൊരു ടിപ്പാണ്. ചിലരൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളത് വാസ്ലിൻ തനിച്ച് ചെയ്യുന്നതാണ്. അങ്ങനെ വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.
ഇനി അതുപോലെ ഈ ഒരു മിക്സ് തന്നെ നമുക്ക് നമ്മുടെ കൈകളിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് 1 മണിക്കൂറിന് ശേഷം കഴുകി കളയുകയാണെങ്കിൽ കൈകൾ നല്ല സോഫ്റ്റ് ആവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ആ ഒരു ഡ്രൈനെസ് ഒക്കെ ഫുള്ളായിട്ട് പോവും. ഇങ്ങനെ വെളിച്ചെണ്ണയും വാസലിനും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി അതുപോലെ നമ്മുടെ കയ്യിൽ പൊള്ളലൊക്കെ വരികയാണെങ്കിൽ, ചെറിയ രീതിയിലുള്ള പൊള്ളലൊക്കെ ആണെങ്കിൽ നമുക്ക് വാസലിൻ തേച്ച് കൊടുത്താൽ അതങ്ങനെ വീർത്ത് വരാണ്ടൊക്കെ നമുക്ക് ക്യൂർ ആക്കാനായിട്ട് പറ്റും. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അടുത്തത് നമ്മൾ നെയിൽ പോളിഷൊക്കെ ഇടുന്ന സമയത്ത് വിരലിലൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് തുടച്ച് കളയാൻ വേണ്ടിയിട്ട് ആദ്യം ആ ഒരു നഖത്തിന് ചുറ്റും ഒന്ന് വാസലിൻ തേച്ചിട്ട് നെയിൽ പോളിഷ് ഇടുക. അപ്പോൾ നെയിൽ പോളിഷ് നമ്മുടെ സൈഡിലൊക്കെ ആയിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ പെട്ടെന്ന് തുടച്ച് കഴിഞ്ഞാൽ മാറി കിട്ടും. ഇനി അതുപോലെ നമ്മുടെ ഇതുപോലത്തെ ലോക്കുകളൊക്കെ ടൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വാസലിൻ യൂസ് ചെയ്യാം. ആ ഒരു ചാവിയിലും അതൊക്കെ ആ ഒരു ലോക്കിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ തിരിച്ച് കൊടുത്താൽ മതി. അപ്പോൾ 1-2 പ്രാവശ്യം ഇങ്ങനെ ആക്കുമ്പോൾ അത് നല്ല സ്മൂത്താവും. അങ്ങനെയും നമുക്ക് വാസലിൻ യൂസ് ചെയ്യാം. ഇനി അതുപോലെ നമ്മൾ നെയിൽ പോളിഷിൻ്റെ ബോട്ടിലൊക്കെ അടച്ച് വെക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു സൈഡിൽ, ആ ഒരു പിരി വരുന്ന സൈഡിലൊക്കെ ഒന്ന് വാസലിനാക്കി വെച്ചിട്ട് അടച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു നെയിൽ പോളിഷ് നമുക്ക് പെട്ടെന്ന് തുറക്കാൻ കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ വല്ലാണ്ട് ബലം കൊടുക്കേണ്ടി വരും. ആ ഒരു നെയിൽ പോളിഷൊക്കെ അവിടെ ഉണങ്ങി ഇരുന്നിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഗമ്മൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഗമ്മിൻ്റെ ആ ഒരു ട്യൂബില്ലേ അതിൻ്റെ ആ ഒരു നെക്കിലും നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോഴും നമുക്ക് പെട്ടെന്ന് അത് തുറന്നെടുക്കാൻ പറ്റും. ഇനി അതുപോലെ ഹെയറിനൊക്കെ സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ ഹെയറിൻ്റെ ആ ഒരു തുമ്പിൽ നമുക്ക് ഇങ്ങനെ വാസലിൻ തേച്ചൊന്ന് തിരുമ്പി കൊടുത്തു കഴിഞ്ഞാൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ സ്പ്ലിറ്റൻസൊക്കെ ഫുള്ളായിട്ട് മാറിക്കിട്ടും. ഇനി അതുപോലെ നമ്മുടെ പേഴ്സുകൾക്കൊക്കെ മങ്ങൽ തോന്നുകയാണെങ്കിൽ കുറച്ച് വാസലിൻ ഒരു പഞ്ഞിയിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നല്ലൊരു ഗ്ലേസിങ് കിട്ടും. ഒരു പുതിയ പേഴ്സ് പോലെ ഉണ്ടാവും അത്. അതുപോലെ തന്നെ പേഴ്സിൻ്റെ സിബൊക്കെ ഇങ്ങനെ ടൈറ്റായിട്ട് വരികയാണെങ്കിൽ, പേഴ്സിന് മാത്രമല്ല ജീൻസ് പാൻറ്റിനും ഒക്കെ അങ്ങനെ വരില്ലേ, ആ സമയത്ത് നമ്മൾ അതിൻ്റെ ആ ഒരു റണ്ണറുമേ നന്നായിട്ട് വാസലിൻ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സിബൊന്ന് മൂവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു സ്ട്രക്കൊക്കെ മാറിയിട്ട് നല്ല സ്മൂത്തായിട്ട് അത് മൂവ് ചെയ്യും. ഇനി അതുപോലെ തന്നെ നമ്മുടെ ബാഗിലൊക്കെ എന്തെങ്കിലും കറ പോലെയൊക്കെ ആവുകയാണെങ്കിൽ, ലിപ്സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ആവില്ലേ, അങ്ങനെ ആവുകയാണെങ്കിലും നമുക്ക് അവിടെ ഒന്ന് വാസലിൻ തേച്ച് കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് ഉരച്ച് കൊടുത്താൽ മതി. അത് പെട്ടെന്ന് തന്നെ പോയി കിട്ടും. ഇനി അതുപോലെ സ്പ്രേ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സ്പ്രേയുടെ സ്മെല്ല് കൂടുതൽ സമയം നിൽക്കാനായിട്ട് നമ്മുടെ കൈത്തണ്ടയിലൊക്കെ കുറച്ച് ജസ്റ്റ് ഒന്ന് വാസലിൻ തേച്ചിട്ട് ആ ഭാഗത്തൊന്ന് സ്പ്രേ അടിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു സ്മെല്ല് കുറേ നേരം നമ്മുടെ സ്കിന്നിൽ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടുകൾക്കൊക്കെ ഡ്രൈ ആവുന്ന സമയത്ത് നമുക്ക് വേറെ ലിപ് ബാമൊന്നും ഇല്ലാത്ത ടൈമാണെങ്കിൽ നമുക്ക് വാസലിൻ യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ഡ്രൈനെസ് മാറാനായിട്ടത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ കൺപീലിയൊക്കെ ഇല്ലേ, കൺപീലിയിലൊക്കെ ഒന്ന് പരട്ടി കൊടുക്കുകയാണെങ്കിൽ കൺപീലി പെട്ടെന്ന് വളരാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലെ പിരികത്തിൽ നമുക്ക് പരട്ടി കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കാറിൻ്റെയൊക്കെ സ്റ്റിയറിങ്ങിലൊക്കെ നമ്മൾ വാസലിൻ ഒരു കോട്ടണിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് തേച്ച് നോക്കുകയാണെങ്കിൽ അതൊക്കെ നല്ല പുതിയതായിട്ട് ഇങ്ങനെ പോളിഷ് ചെയ്ത പോലെ ഇരിക്കും. അതും നമുക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ ഹെയറിലൊക്കെ ജെല്ലൊക്കെ യൂസ് ചെയ്യില്ലേ, മുടിയൊക്കെ കുളിക്കാത്ത സമയത്തൊക്കെ ഒതുങ്ങി നിൽക്കാനായിട്ട്, അങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു ജെല്ലൊന്നും നമ്മുടെ കയ്യിലില്ലാത്ത ടൈമാണെങ്കിൽ അത്യാവശ്യ സമയത്ത് നമുക്ക് വാസലിൻ ആ ഒരു പർപ്പസിനും യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് തടവി കൊടുത്തിട്ട് ഈരിക്കഴിഞ്ഞാൽ നന്നായിട്ട് മുടി ഒതുങ്ങി നിൽക്കും. അപ്പോൾ ഇനി പറഞ്ഞ ടിപ്പുകളിൽ ചിലതൊക്കെ ചിലർക്ക് അറിയുന്നുണ്ടാവും, എന്നാലും കുറച്ചെങ്കിലും നിങ്ങൾക്ക് അറിയാത്തതൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോനൊരു ലൈക്ക് തരിക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിന് നേരെ വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കിയാലും മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മൊബൈലിൽ ലഭിക്കുള്ളൂ. അതുപോലെ തന്നെ പുതുതായിട്ട് വന്നിട്ടുള്ളവർ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വിനാഗിരി വെച്ചിട്ടുള്ള കുറച്ച് ടിപ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ എന്തായാലും അത് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ആ വീഡിയോ എന്തായാലും ഹെൽപ്ഫുള്ളാവും. പിന്നെ നമ്മുടെ പുതിയ ചാനലിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ, പ്രാർത്ഥനാസ് വേൾഡ്
വേൾഡ് എന്നാണ് പേര്. എല്ലാവരും അത് കണ്ടു നോക്കണം. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ അതും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ ഇനി നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി.